ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ തന്നെ ഒരു മാറ്റം വരുത്തിയ സ്വിച്ച് വേർഡിനെ പറ്റിയിട്ടാണ്. ഒരു സ്വിച്ച് വേർഡിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ മാറ്റം വരുത്തിയിട്ടുള്ളൊരു സ്വിച്ച് വേർഡിനെ പറ്റി പറയാം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതായത് ഇപ്പം നമ്മളുടെ ലൈഫിലും അല്ലെങ്കിൽ ജീവിത രീതിയിലും സാമ്പത്തികമായിട്ട് സമാധാനപരമായിട്ടും ഒക്കെ നല്ലൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല, അല്ലേ, നമ്മുടെ ഇടയിൽ. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊരു മിറാക്കിൾ അല്ലെങ്കിൽ അത്ഭുതം സംഭവിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരും നമ്മുടെ ലൈഫിലുണ്ടാവും, അല്ലേ? എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെയുള്ള സ്വിച്ച് വേർഡുകൾ നമുക്ക് കൂടെ കൂട്ടാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വിച്ച് വേർഡൊക്കെ നമ്മൾ ഡെയിലി പറയുന്നതിലൂടെയോ എഴുതുന്നതിലൂടെയോ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുവിധമൊക്കെ നേടാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ അത്ഭുതങ്ങൾ വന്നു ചേരാനും അത് ഇടയാക്കും എന്ന് എല്ലാവരും തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ എൻ്റെ ജീവിതത്തിലും ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എനിക്കിതിൽ ആദ്യം ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. മാനിഫെസ്റ്റേഷനിലാണെങ്കിലും സ്വിച്ച് വേർഡ് പറയുന്നതിലാണെങ്കിലും എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ വിശ്വസിച്ച് പോകും. ഇപ്പോഴും ഇതിൽ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്, ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാരിൽ. പക്ഷേ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളെ വിശ്വസിക്കാനായിട്ട് ഒരു അനുഭവം നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കും. അപ്പം എൻ്റെ ജീവിതത്തിലും പേഴ്സണലി ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ ഈ സ്വിച്ച് വേർഡ് പറ്റുന്ന സമയങ്ങളിലെല്ലാം എൻ്റെ ബുക്കിൽ എഴുതി വയ്ക്കുമായിരുന്നു. ഇപ്പോഴും എഴുതുന്നുണ്ട്. ഈ സെയിം സ്വിച്ച് വേർഡ് തന്നെ ഞാൻ ഇപ്പോഴും എഴുതുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എഴുതി വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം നോർമലി ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 രൂപയോടോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ബുക്ക് വാങ്ങിക്കുക നമ്മൾ. അപ്പം ഞാൻ വാങ്ങിച്ചത് ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു ബുക്കാണ്, വരയിടാത്തൊരു നോട്ട്ബുക്കാണ്. അപ്പോൾ അതെൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. എനിക്ക് ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം എൻ്റെ ബാഗിലുണ്ടാവും ആ ബുക്ക്. പിന്നെ അതിൽ തന്നെ ഒരു റെഡ് കളറ് ഇങ്കുള്ളൊരു പേനയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ ബുക്കിൽ തന്നെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം ഞാൻ 21 പ്രാവശ്യം വെച്ച് ഈ ഒരു സ്വിച്ച് വേർഡ് ഞാൻ എഴുതും. ഓക്കെ, അപ്പോൾ അത് എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും എനിക്ക് ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ്. ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് സ്റ്റക്കായിട്ട് നിന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അന്നൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ഈ സ്വിച്ച് വേർഡാണ്. ഓക്കെ, ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗോഡ് ഗ്രേസ് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ അത്ഭുതം എന്ന് പറയുന്ന പോലെ ജോലിയിലെ എല്ലാ തടസ്സങ്ങളും എൻ്റെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ എന്നല്ല, ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം തന്നെ മാറിയെന്ന് പറയാം. ഉയർച്ച ലൈഫിലുണ്ടായി. ഇൻക്രിമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഡെസിഗ്നേഷൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് വ്യത്യാസം വന്നു. പിന്നെ ഇതേപോലെ നമുക്കും സ്പെസിഫിക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കും സ്പെസിഫിക്കായിട്ടുള്ള ഒരു കാര്യം വിചാരിച്ചിട്ട് ഈ സ്വിച്ച് വേർഡ് എഴുതാം അല്ലെങ്കിൽ ചൊല്ലാം. ഓക്കെ, പിന്നെ ഞാൻ ആ സ്വിച്ച് വേർഡ് എന്താണെന്ന് പറയാം. സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ഗോൾഡൻ സൺറൈസ് ബ്രിങ് മാജിക് എന്നുള്ളതാണ്. ഗോൾഡൻ സൺറൈസ് ബ്രിങ് മാജിക്. അത് നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഉരുവിടാം, അല്ലെങ്കിൽ ഷാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എഴുതാം. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. എനിക്ക് മൈൻഡ് നല്ല ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളൊരു സമയത്ത് 21 ടൈംസ് അല്ലെങ്കിൽ 21 പ്രാവശ്യമാണ് ഞാൻ റെഡ് ഇങ്ക് കൊണ്ട് അല്ലെങ്കിൽ ചുവന്ന മഷിയുള്ള പേന കൊണ്ട് എൻ്റെ ബുക്കിൽ എഴുതാറ്. അത് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് മാർച്ച് 1 മാർച്ച് 1 ഇട്ടിട്ട് ഒരു 21 പ്രാവശ്യം ഇത് എഴുതാം. അപ്പോൾ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടല്ലോ, ഗോൾഡൻ സൺറൈസ് ബിഗിൻ നൗ എന്നുള്ള. ഗോൾഡൻ സൺറൈസ് ബ്രിങ് മാജിക് എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കുക. ആ ഒരു സ്വിച്ച് വേർഡാണ് മെയിനായിട്ടും എൻ്റെ ലൈഫിൽ മാറ്റം കൊണ്ടുവന്നത്. ഞാൻ എഴുതിക്കൊണ്ടിരുന്നൊരു സ്വിച്ച് വേർഡാണ്, ഇപ്പോഴും എഴുതുന്നുണ്ട്. പിന്നെ ഒരു മാറ്റം വന്നൊരു സ്വിച്ച് വേർഡും കൂടെയുണ്ട്. അത് ഞാൻ പറയാം. അത് ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല.
അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ഇടാം. ഇപ്പം എൻ്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്ന ഒരു സ്വിച്ച് വേർഡാണ് ഗോൾഡൻ സൺറൈസ് ബ്രിങ് മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇന്ന് തന്നെ നിങ്ങളുടെ ബുക്കിൽ ഈ ഒരു പറഞ്ഞ സ്വിച്ച് വേർഡ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കും. ചെറിയ മാറ്റമാണെങ്കിലും ചെറിയൊരു അത്ഭുതമാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം പറഞ്ഞു തന്നിട്ട് ആർക്കെങ്കിലും അതിനൊരു വ്യത്യാസം ലൈഫിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മാറ്റം വന്നെന്നുള്ള സന്തോഷം കേൾക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത സ്വിച്ച് വേർഡ് ഞാൻ ഉറപ്പായിട്ടും അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ എന്തായാലും ഇടാം. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പോൾ എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ. താങ്ക് യു.